Guys, welcome back to our channel. Guys, അപ്പോൾ നമുക്കൊരു ഗെയിം പ്ലേയിലേക്ക് പോകാം. ഒപ്പോണൻറ്റ് 4-1-2-3 വെറൈറ്റി ഫോർമേഷൻ ആണല്ലോ. കുഴപ്പമില്ല, അത്യാവശ്യം സ്കോഡൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളൊന്ന് 4-3-3 ഇട്ടാണ് കളിക്കുന്നത്. എനിക്ക് യമാലിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നൊരു നല്ല അടിപൊളി ഡ്രിബിളിങ്ങാണ് യമാൽ. നമുക്ക് നോക്കാം, മാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്ലേയേഴ്സ് എല്ലാം അത്യാവശ്യം ഫോമാണ്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോവാം. വേറെയൊന്ന് മാറ്റിയിടാം. വേണ്ട, കുഴപ്പമില്ലാത്തൊരു ഫോർമേഷൻ തന്നെ ഉണ്ട് ഫോണിന്. അത് എന്നാലും വെക്കാൻ എടുത്ത് CMF ഇടാം. നോക്കാം, ഫോൺ റെഡി ആയിട്ടുണ്ട്, നമുക്കും റെഡി ആവാം. മാച്ച് സ്റ്റാർട്ടാകാൻ പോവാണ് ഗൈസ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം ഗൈസ്. പുതിയ ബാക്കിൽ ആരെങ്കിലൊക്കെ കിട്ടി ഇറ്റലിയിൽ. ഞാനൊരു 300-400 പോലും കറക്റ്റ്, പക്ഷെ ആരെയും കിട്ടിയില്ല. എന്താണോ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണോ നോക്കട്ടെ. അപ്പോൾ ഓപ്പോണൻ്റാണ് കിക്ക് എടുത്തു. കിട്ടിയില്ല. മുഷ്യാല ത്രൂ, റോഡ്രി ത്രൂ, വെക്കാം, ഒരു ത്രൂ കൊടുക്ക്. യമാലിനെ കിട്ടിയ, യമാൽക്കൊന്ന് ഡ്രിബിൾ ചെയ്യാം. ഓ യമാൽ, കമോൺ. ഓ അതിൽ കമോൺ, ഡബിൾ ടച്ച് അടിക്കാം, ഒന്നും അടിക്കാം. ജസ്റ്റ് മിസ് തട്ടി. ചില സമയം നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ടച്ച് വർക്കാകത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഇടണം. ടൈമിങ്ങിലാണ് വാൻഡീക്കിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. വാൻഡീക്ക് വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു. ബെക്കാമിൻ്റെ ത്രൂ ബോൾ അതുപോലെ തന്നെയുണ്ട്, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. യമാൽ വീണ്ടും ഒരു ത്രൂ കൊടുക്കാം, നമുക്ക് അവിടുന്ന് ട്രിപ്പിൾ ചെയ്ത് കയറാം. യമാൽ കമോൺ, സാലിബ് വരുന്നുണ്ടോ? ഡബിൾ ടച്ച്, വീണ്ടും ഡബിൾ ടച്ച്, ഒരു ഡബിൾ ടച്ച് ഇടാം, ഡബിൾ ടച്ച് ഒന്നും കൂടെ. ഓ ഗോൾ! എൻ്റെ മോനെ, കിടിലൻ ഗോള് യമാൽ. ഓ അടിപൊളി! ഇതാണ് ഞാൻ പറഞ്ഞത്, ഒടുക്കത്തെ ഡ്രിബിളിംഗ് ആണ് യമാൽ, ഒരു രക്ഷയില്ല. അതുപോലെ സൂപ്പർ പ്ലേയാ, ഡ്രിബിളിങ് അടിപൊളി, മൊമെൻ്റം ഡ്രിബിളറാ. ഒരു രക്ഷയില്ല ഗൈസ്. ഒപ്പോണൻ്റ് അടുത്ത കിക്ക് എടുത്തു. ബാപ്പേ, ഡബിൾ ടച്ച് വെക്കാം, ത്രൂ ബോൾ ഒന്നും കൂടെ യമാലിന് കൊടുക്കാം. നമുക്ക് അവിടെ നിന്ന് ട്രിപ്പിൾ ചെയ്ത് കയറാം. ഒരാളെ കട്ട് ചെയ്തു, ടച്ച് ചെയ്തു. വീണ്ടും കിട്ടി. നടന്നില്ല. ഗൈസ്, ജസ്റ്റ് മിസ്സിനില്ല. അത് നമുക്ക് ട്രിപ്പിൾ ചെയ്ത് അടിക്കായിരുന്നു. ഫിനിഷിങ് ഒരു കുറവുണ്ട്, പക്ഷേ ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലൊരു കാർഡായി മാറിയാനെ. യമാൽ വീണ്ടും ഒരു ഡബിൾ ടച്ച്. നേരത്തെ ഇട്ട് കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ടച്ച് വർക്കാകത്തില്ല. ടൈമിങ്ങിലാണ് കാര്യം. വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഷിയാല വെക്കാം, കിട്ടിയില്ല. ഇൻ്റർസെപ്റ്റ് ചെയ്ത് വീണ്ടും മാൻഡിക്ക് കൊള്ളാലോ. ഷിയാല പാസ് ഒന്നും കറക്റ്റ്. എനിക്കാണ് CMF നല്ലതില്ല. നോക്കാം. അത് വയ്ക്കുമോ ഗൈസ്? ഇല്ല. ഗൈസ് അടിക്കുമോ? റോഡ്രി കമോൺ. എന്താ ഭാഗ്യമുണ്ട്, വാണ്ടേക്ക് ഇന്ന് ഫോമാണല്ലോ. സാധാരണ ഫോമല്ലാതെ റോഡ്രി. വെക്കാം, ത്രൂ ബോൾ. അത് കണ്ട മിസ് പാസ് വരുന്നുണ്ടോ ഗൈസ്? എന്തുമാത്രം മിസ് പാസ് ആണെന്നറിയോ? പാസ് വെക്കാം. യമാൽ ത്രൂ. അത് വെക്കണ്ടായിരുന്നു. വെക്കാൻ വേണ്ട, വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരുന്നു ഓടിക്കറിയാനെ. റോഡ്രി, വാണ്ടീക്ക്, എംബാപ്പേ. മിസ് പാസ്സായി. കൊണ്ടേ റോഡ്രി കിട്ടിയില്ല. വാണ്ടീക്ക് ഇൻ്റർസെപ്റ്റ്. ഇല്ല, അടിച്ചു, പക്ഷേ നമ്മുടെ കോസ്റ്റെ പിടിച്ചു ഗൈസ്. വെക്കാം, ത്രൂ. ഷിയാല ഒരു ത്രൂ ഇട്ടിട്ട് യമാൽ റൺ. ആ ബോൾ വെക്കണ്ടായിരുന്നു ഗൈസ്. യമാലിനെ കൊണ്ട് ട്രിപ്പിൾ ചെയ്ത് കയറേണ്ട ബോളായിരുന്നു. പോണ്ടെ പന്ത് കിട്ടി. വെല്ലിങ്ങ. വാണ്ടീക്ക് നല്ല ഫോമാണല്ലോ, ചെത്ത് പോയിന്റ് എടുക്കുന്നുണ്ട് കിടന്ന്. ത്രൂ വെക്കാം. റോഡ്രി കമോൺ. യമാൽ ത്രൂ. ഷിയാല ത്രൂ. യമാൽ ട്രിപ്പിൾ. ജസ്റ്റ് മിസ്. ഹാഫ് ടൈം ആയി ഗൈസ്. ഒരു ഗോൾ ലീഡുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഗോൾ ലീഡ് എന്തായാലും ഉണ്ട് നമുക്ക് കേട്ടോ. പക്ഷേ ഒപ്പോണൻറ്റ് വലിയ അറ്റാക്ക് നമുക്ക് നടത്തിയില്ല.
എന്തായാലും നമുക്ക് ഡിഫൻസ് കട്ടൊക്കെ തന്നെ ഇടാം. ഇത്ര നേരം കളിച്ച പോലെ നമ്മൾ കിക്ക് ഇട്ടിട്ടുണ്ട്. ഷെഞ്ചെങ്കോ റോഡ്രി ത്രൂ പാസ് വെക്കാം. ആൻഡീക്ക് കണ്ടോ ഫസ്റ്റ് ടൈം പാസ് കൊടുക്കണ്ട. ഓ ഗൈസ് അത് ഓടിക്കോ ഹാലൻഡ് അടിക്കില്ല. ഓണ്ടേ വൈറ്റ് ജസ്റ്റ് മിസ്. വീണ്ടും കോസ്റ്റ് നമ്മുടെ രക്ഷകനായി. ഇപ്പോൾ 2 ഗോൾ പോകണ്ടയാ. സിമ്പിൾ ചാൻസ് ത്രൂ വെക്കാം. യമാൽ റൺ അവിടെ കൊടുക്കണ്ടായിരുന്നു. ത്രൂ ഓഫ്സൈഡ് ചാൻസ് ഉണ്ട്. ഇല്ല ഓഫ്സൈഡായി. എനിക്ക് തോന്നിയുള്ളൂ ഫസ്റ്റ് ടൈം അവിടെ കൊടുക്കാനായിരുന്നു. എന്നാലും ഉള്ളൂ കറക്റ്റായിട്ട് അവിടെ പ്ലെയർ എത്തുള്ളായിരുന്നു. അത് രണ്ടാമത് അവിടെ നിന്ന് ടേൺ ചെയ്ത വിഷയമായത്. കുട്ട വെക്കാം. ഉഷാല മാൽ ബാക്ക് പാസ്. അവിടുന്ന് ഓടിക്കും. നടന്നില്ല. ഗോളി ഇറങ്ങി വന്നാൽ കറക്റ്റ് അവിടുന്ന് ഷോട്ട് കൊടുക്കുന്ന ഉറപ്പായിട്ടും ഗോൾ വരികയാണ്. ഞാനാണ് അത് അടിക്കാൻ പറ്റില്ല സമയത്ത്. ഇൻ്റർസെപ്ഷൻ ഭയങ്കരമായിട്ടും കട്ട് ബിഹൈൻഡ് ടൈം എടുക്കണം. അതിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. വരുന്ന ബോൾ പിടിച്ച് നേരെ കട്ട് ചെയ്തകത്ത് ഷൂട്ട് കൊടുക്കണം. വൈറ്റ് കുഴപ്പമില്ല. നല്ലൊരു കാർഡായിരുന്നു കേട്ടോ ഗൈസ്. ത്രൂ റൈറ്റ് കൊടുക്കായിരുന്നു. യെസ് മിസ്. വൈറ്റ് ബാക്കിലേക്ക് കൊള്ളാം. വൈറ്റ് യമാൽ ത്രൂ ശാല ത്രൂ ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. അത് അവിടെ വൈറ്റാണ് ഗൈസ്. ബോൾ പോയി. വാണ്ടിക്ക് ചത്ത് കളിക്കുക കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. യമാൽ ത്രൂ വെക്കാമാണല്ലോ. ഷിറ്റ് അതവിടെ കൊടുക്കേണ്ടായിരുന്നു. എന്നെ കാണിക്കുന്നത് ക്രോസ് ഇടേണ്ട ബോളായിരുന്നു. ഹാലൻഡ് കൊള്ളാം. വീണ്ടും ഹാലൻഡ് മിസ് പാസ് വരുന്നത്. ഒത്തിരി മിസ് പാസ്. അപ്പോൾ വീണ്ടും വൈറ്റ് ബോൾ എടുത്തു. കണ്ടോ അത് മിസ് പാസ്സാണ്. പക്ഷേ നമ്മളെ വൈറ്റ് വീണ്ടും ബോൾ റിട്ടീവ് ചെയ്തു. ബോൾ എംബാപ്പേ ഡബിൾ ടച്ച്. ചോപ്റ്റാൻ ഗോൾ അടിക്കാൻ സുഖമായി. പക്ഷേ ഗൈസ് വെറുതെ മിസ് പാസ്സാണ്. ബെല്ലിങ്ങാം എംബാപ്പേ ത്രൂ ജസ്റ്റ് മിസ്. പക്ഷേ ത്രൂ പോകത്തില്ലായിരുന്നു. നല്ല വെക്കാമായിരുന്നു ത്രൂ പോയനെ. നമുക്ക് നോക്കാം. സമയം തീരാതെ 10 മിനിറ്റ് ഉണ്ട്. കൊണ്ടേ കൊള്ളാം. വാണ്ടിക്ക് പാസ്. പിന്നെ മിസ് പാസ്. എന്ത് മിസ് പാസ്സാണ്. വെക്കാം. ത്രൂ കൊടുക്കണ്ടായിരുന്നു. അത് പോകത്തില്ല. ജസ്റ്റ് മിസ്. അതും കറക്റ്റല്ല. എന്തുപോയി കാണിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പറ്റിയതാണ്. ലാഗൊന്നുമില്ല. പക്ഷെ അന്നേരം ചുമ്മാ മിസ് പാസും ഇതും തന്നെ. യമാൽ അത് കണ്ടോ എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നേരത്തെ ചെയ്തുള്ള വിഷയം ഇതാണ് കണ്ടോ. അതിപ്പോൾ കയ്യിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ബോൾ കയ്യിൽ വെച്ച് ട്രിപ്പിൾ പ്ലേസ് വന്നിട്ട് വേണം നമ്മൾ ട്രിപ്പിൾ ചെയ്യാൻ. എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുള്ളൂ. 3 മിനിറ്റേ ഉള്ളൂ. വൈറ്റ് യമാൽ ത്രൂ യമാൽ മിസ് പാസ്. പിന്നെ മിസ് പാസ്. എപ്പോഴും കളി നിർത്തിയോ ഗൈസ്. വൈറ്റ് അങ്ങനെ നമ്മൾ കളി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. 1-0 ലീഡേ ഉള്ളൂ. എന്നാലും ഒരു കിടിലൻ ഗോളായിരുന്നു അത്. യമാലിൻ്റെ രക്ഷയില്ലായിരുന്നു.